കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നത് വയനാട്ടിലുള്ള വയനാട് ഹണി മ്യൂസിയം എന്ന് പറഞ്ഞ ഒരു തേനുകളെ ഒരു നിലവറ തന്നെയായിട്ട്. ഇന്ന് എൻ്റെ കൂടെ രണ്ടാളും ഉണ്ട് കേട്ടോ വോയിസ് കൊടുക്കാൻ. അപ്പം നിങ്ങൾ കണ്ടിട്ട് കമൻ്റ് അറിയിക്കട്ടോ എങ്ങനെ ഉണ്ടെന്ന്. ഇത് തേനീച്ചയാണ് കേട്ടോ. തേനീച്ച ഇവിടെ ഒരുപാട് തേനുകളുണ്ട് കേട്ടോ, ഒരുപാട് തേനുകളുണ്ട്. ഇപ്പം ഇതാ ഇവിടെ തേനീച്ചൻ്റെ ചിത്രമൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ലച്ചുക്കും പാച്ചുക്കും ഒക്കെ പാർക്കിലോട്ട് പോകാനാണ് താല്പര്യം. തേൻ കാണാനൊന്നും വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല കേട്ടോ. ഞങ്ങളെ കളിക്കാനും. അപ്പം ബാക്കി അവർ പറയുന്നത് നമുക്ക് കേൾക്കാം. അപ്പം അവിടുത്തെ എല്ലാ വിശദമായിട്ട് ഇദ്ദേഹം പറയൂ കേട്ടോ. അപ്പോൾ അത് കേൾക്കാം. തേൻ ശുദ്ധീകരിക്കുന്ന പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ ഒരു പട്ടി തേനീച്ച ഉണ്ടെങ്കിൽ അവിടുന്ന് തേനെടുക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ കൃഷിയിടത്തുനിന്ന് തേനെടുക്കുമ്പോൾ, അതുപോലെ തന്നെ കാട്ടിൽ നിന്ന് കാട്ടുതേൻ എടുക്കുമ്പോഴൊക്കെ നമുക്ക് എടുക്കുന്ന തേൻ ഈ രൂപത്തിലായിരിക്കും. ഈ തേനിൽ വെള്ളത്തിൻ്റെ അംശം, ഈസ്റ്റിൻ്റെ അംശം, അതുപോലെ തന്നെ മെഴുക്, പൊടിപടലങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാകും. ഈ തേൻ നമ്മൾ അധികമായി പിന്നെ കുറേ ദിവസങ്ങളോളം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ തേനിന് ടേസ്റ്റ് വ്യത്യാസം വരും. ഒരു പുളി രസം രൂപാന്തരപ്പെടും. കൂടാതെ ഈ തേന് മുഴുവൻ കട്ടിയായി രൂപാന്തരം പ്രാപിക്കുന്നു. അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേൻ പ്രോസസ്സ് ചെയ്യുന്നത്. ഈ തേൻ നമ്മൾ ആദ്യമായി എടുക്കുന്ന തേനൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് റോഹണി എന്നാണ് പറയുക, സംസ്കൃതമായ തേൻ. ഈ റോഹണി നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിനോ അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഈ പ്രോസസ്സ് ചെയ്യുന്ന കണ്ടെയ്നറിൽ 500 കിലോഗ്രാമാണ് ഒരു ടൈം പ്രോസസ്സ് ചെയ്യുക. ഈ കണ്ടെയ്നർ 2 ലെയറുകളുണ്ട്. നമ്മൾ ചായപാത്രത്തിൽ വെള്ളവും പാലും വെക്കുന്നത് പോലെ 2 ലെയറുകളാണ്. അതിൽ പുറത്തെ ലെയറിൽ പച്ചവെള്ളവും ഉള്ളിലെ ലെയറിൽ തേനും നിറക്കും. തേൻ നേരിട്ട് ചൂടാക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം തേൻ നേരിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഇല്ലാതാവും. അതുകൊണ്ട് ഈ ആദ്യത്തെ ലെയറിലുള്ള വെള്ളം ചൂടാക്കുമ്പോൾ അതിൻ്റെ നീരാവിയുടെ ഭാഗമായി തേനും ചൂടാവുകയും തേനിലുള്ള പൊടിപടലങ്ങളും അതുപോലെ തന്നെ മെഴുക് ഉൾപ്പെടെയുള്ള വസ്തുക്കളൊക്കെ ഈ ഫിൽറ്റർ വലിച്ചെടുക്കും. ഈ ഫിൽറ്റർ വലിച്ചെടുത്തതിന് ശേഷം ഈ പൈപ്പിലൂടെ ശുദ്ധമായ തേൻ ഈ കണ്ടെയ്നറിൽ എത്തിച്ചേരും. ഈ മിഷൻ ഓണാകുമ്പോൾ ഈ കണ്ടെയ്നർ പ്രവർത്തനം ആരംഭിക്കും. ഈ കണ്ടെയ്നറിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് തേനിലെ വെള്ളത്തിൻ്റെ അംശം സ്വാംശീകരിച്ച് നീരാവിയായി പുറത്തേക്ക് വിടുക എന്നുള്ളതാണ്. നാച്ചുറലായിട്ട് തേനിൽ 18 മുതൽ 23% വരെ വെള്ളത്തിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ തണുപ്പ് സീസണിലും അതുപോലെ തന്നെ മഴ സീസണിലും തേനീച്ച പൂവിൽ നിന്ന് തേൻ നുകരാൻ പോകുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ തേൻ എടുക്കുന്ന സമയത്തും വെള്ളത്തിൻ്റെ അംശം തേനിൽ ഒന്നുചേരാം. അതുകൊണ്ട് 23% കൂടുതലുള്ള വെള്ളത്തെയാണ് സ്വാംശീകരിച്ച് നീരാവിയായി പുറത്തേക്ക് വിടുന്നത്. അങ്ങനെ ഈ മിഷൻ ഓണാകുന്നത് ഇതിൽ കാണുന്ന ഈ കറുത്ത ലെയറുകൾ 1 മിനിറ്റിൽ 3 തവണ കറങ്ങിക്കൊണ്ടിരിക്കും. ഒപ്പം താഴെയുള്ള തേനും ഇതിൻ്റെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പുറമേയുള്ള ഇതിൻ്റെ പുറകുവശത്തുള്ള ഒരു എയർ ബോളുണ്ട്. ശക്തമായ കാറ്റിടിക്കുന്നതിൻ്റെ ഭാഗമായി ഈ തേനിൽ അടങ്ങിയിരിക്കുന്ന വെള്ളത്തിൻ്റെ അംശം സ്വാംശീകരിച്ച് നീരാവിയായി ആ പൈപ്പ് വഴി പുറത്തേക്ക് വരും. പിന്നീടുള്ള തേൻ ഈ പൈപ്പ് വഴി ആ കണ്ടെയ്നറിൽ എത്തിച്ചേരും, ശുദ്ധമായ തേൻ. അപ്പോൾ ഈ പൈപ്പിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് തേനിനെ തണുപ്പിക്കുക എന്നുള്ളതാണ്. കാരണം 30 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ ഈ വെള്ളം ചൂടാക്കി ആ ചൂട് തേനിന് പ്രതിഫലിച്ചിട്ടുണ്ട്. അത് തണുപ്പിച്ചെടുത്ത് നമ്മൾ ആ കണ്ടെയ്നറിൽ നിന്ന് ശേഖരിക്കുന്ന തേനാണ് ഈ തേൻ. ഈ തേനിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് നമുക്ക് എത്ര കാലം വരെയും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുന്നില്ല. പിന്നെ അതുപോലെ തന്നെ തേൻ ഇത് കട്ടിയാവുമ്പോൾ അത് കേടായി എന്ന് വരും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. തേൻ കട്ടിയാവുന്നത് ശുദ്ധമായ തേനിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ചെറുങ്ങനെ കട്ടിയാവുമ്പോൾ തന്നെ നമുക്ക് ചെറിയ വെയിലത്തോ അതുപോലെ തന്നെ ചെറിയ ഡിഗ്രി സെൽഷ്യസിൽ ചൂടുവെള്ളത്തിൽ അടിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം മാറിക്കില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ ഉള്ള തേനുകൾ പലതരം തേനുകളുണ്ട്. 2 തരം തേനുകളാവുന്നത് മോണോഫ്ലോറും മൾട്ടിഫ്ലോറും. മോണോഫ്ലോർ എന്ന് പറഞ്ഞാൽ ഒറ്റൊരു പൂവിൽ നിന്ന് മാത്രം സെലക്ട് ചെയ്യും.
ഒരേതരം പൂവില്ല. രണ്ടാമത്തേത് മൾട്ടി. മൾട്ടി പറയുമ്പോൾ വിവിധ കാട്ടിൽ നിന്ന് നമ്മൾ കൃഷിയിൽ നിന്ന് അതുപോലെ തന്നെ നമ്മുടെ കൃഷിയിലുള്ള തേനൊക്കെ പലതരം പൂവിൽ നിന്ന് തേടും. അത് മൾട്ടി. മറിച്ച് 200 ഏക്കറോളം ലിച്ചി, സിതറി അതുപോലെ തന്നെ ഓരോ ചെടികൾ മാത്രം നട്ടു വളർത്തുമ്പോൾ തേനീച്ച അതിൽ നിന്ന് മാത്രം തേടുന്നത്. അതാണ് മോണോകൾച്ചർ. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ച് അതുപോലെ തന്നെ വിവിധതരം പെട്ടികളെക്കുറിച്ച് അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതിലുപയോഗിക്കുന്ന ആയുധങ്ങൾ, അതുപോലെ തന്നെ തേനീച്ച വളർത്തൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ, അതുപോലെ തന്നെ പൂവിൽ നിന്ന് എങ്ങനെ തേൻ വരുന്നു, അതുപോലെ പിന്നെ ഇതിൻ്റെ മറ്റ് പ്രോസസ്സുകൾ, അതുപോലെ തന്നെ നമ്മുടെ തേൻ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം പലതരം തേനുകളുണ്ട്, 10-15 തേനുകളുണ്ട്. അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് പലതരം രുചികളാണ് നമുക്ക് അനുഭവപ്പെടുക. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഓരോ തേനിൻ്റെയും ഗുണങ്ങളുണ്ട്, അതായത് ഗുണങ്ങൾ, കാരണം ഔഷധ ഗുണങ്ങളൊക്കെ അവരിന്ന് തേൻ സെക്ഷനിൽ ഒഴിവാക്കി ചെയ്യും. അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഹണി മാറ്റാം. പിന്നെയുള്ളത് ക്രാഫ്റ്റ് ബുക്സാണ്. പിന്നെ അതുപോലെ തന്നെ സ്പൈസസ്, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഇവിടെ സ്റ്റെവൻ സ്പാർക്കാണ്. താഴെ ഒരു റിവർ വ്യൂ ആണ്. കഴിഞ്ഞാൽ അതുപോലെ വ്യൂ പോയിൻ്റാണ്. പിന്നെ അതുപോലെ തന്നെ നഴ്സറി ഗാർഡൻ ഇത്രയുമാണ് സ്റ്റേറ്റിൽ നമുക്ക് തേൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാന്റേഷനിൽ പൂക്കുന്ന സമയത്ത് ഇതുപോലെ തേനീച്ചും ബോക്സ് വെച്ച് ഡയറക്റ്റായിട്ട് എടുക്കുന്നതാണ്. മറ്റ് ഫ്ലേവറുകൾ ആഡ് ചെയ്യുന്നു, കെമിക്കൽ ആഡ് ചെയ്യുന്നത് നാച്ചുറലായിട്ടുള്ള തേനാണ്. ഇത് തുളസി. തുളസി എന്ന് പറഞ്ഞാൽ മറ്റ് മതസ്ഥർ പ്രാർത്ഥിക്കുന്ന തുളസിയാണ്. അതിൻ്റെ പേര് കൃഷ്ണ തുളസി, ഇതിൻ്റെ പേര് രാമതുളസി. ഇത് നമുക്കും കുഞ്ഞുങ്ങൾക്ക് എടുക്കേണ്ടി വരുന്ന പനി, ജലദോഷം, കഫക്കെട്ട്, അതുപോലെ ഇമ്മ്യൂണിറ്റി കുറയുക, മെമ്മറി ലോ ആണ്, പഠിക്കുന്നവർക്ക് മാത്രം മെമ്മറി ബൂസ്റ്റ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ആൻറ്റിഫംഗൽസ് വളരെ പവർഫുള്ളുള്ള തേനാണ് ഇത്. നമ്മൾ പേരെന്താ പറഞ്ഞു? ഞാൻ ഫാത്തിമ. മാത്രം മഴ ഉണ്ടാവും. കുതിരത്തിലില്ല, ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ആകാശം കൊണ്ട് വലിയ മരത്തിലൊക്കെ തൂങ്ങി കിടക്കുന്നു. വയനാട്ടിലേക്ക് അറിയാമല്ലോ കാട്ടുതേൻ. ഈ തേനീ ഓടുന്നു ഇപ്പോൾ പറക്കുന്ന തേനീച്ചല്ലേ, ഇത് കുത്തിക്കഴിഞ്ഞാൽ ആ തേനീച്ചയാണ് വയ്ക്കുക. ആദ്യം തന്നെ ഒരു 4 മരണത്തെ കുത്തി കഴിഞ്ഞാൽ നമ്മൾ വിളിക്കും. പിന്നെ അറ്റ്ലസാണ്ടി നല്ല പെയിൻ, ബോൺസ് മസിൽസിനൊക്കെ നല്ല സ്ട്രെങ്ത് കിട്ടും. ജോയിൻറ്റ് പെയിൻ ഉണ്ടാവില്ല, കുറ്റിവേദന, മുട്ടുവേദന, ബാക്ക് പെയിൻ ഇതൊക്കെ പറയും. പിന്നെ ഒരു ഫ്രീ ഫാറ്റ് എനർജി ആയിട്ട് നമുക്ക് സുഖമായിട്ട് രാവിലെയൊക്കെ 2 സ്പൂൺ തേൻ കഴിക്കുക. അതിനകത്ത് കുറച്ച് കരിജീരകമോ അല്ലെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ എന്തൊക്കെ പിഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ ദിവസമൊക്കെ പിഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ നല്ല എനർജി കിട്ടും നമുക്ക്. ഒരു വർക്കൗട്ട് ചെയ്യും, ഈ വർക്കൗട്ടുള്ള എനർജി ചെയ്യുന്നതാണ്. പിന്നെ ആൻറ്റിബയോട്ടിക്കിന് പവർഫുള്ളുള്ള തേനാണ് കാട്ടുതേൻ. അടുത്തത് നന്നായിട്ട് കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കോമണായിട്ട് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും സ്കൂൾ മദ്രസയിലൊക്കെ പോകുന്നതിൻ്റെ മുമ്പ് 2 സ്പൂൺ തേൻ കഴിക്കുകയാണെങ്കിൽ നല്ല ഇമ്മ്യൂണിറ്റി മൊത്തത്തിൽ. പിന്നെ എല്ലാ മതഗ്രന്ഥങ്ങളും ഭഗവത്ഗീത, വിഷ്ണുപുരാണം, മഹാഭാരതം, ബൈബിള്, ഖുർആൻ അതിനകത്ത് ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിൻ്റെ പേരാണ് സൂറത്തിൻ്റെ എന്നാൽ തേനീച്ച എന്നതിൻ്റെ പേര്. തേനീച്ചയെ പറ്റി ചിന്തിക്കുന്നവർക്ക് പുസ്തകമുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 5 കണ്ണുണ്ട്, 2 കൂത്തൂനിയ, 2 വയറുണ്ട്. അതുപോലെ പിന്നെ പുലി ഷിഫ എന്നല്ല ജനങ്ങളെ നിങ്ങൾക്ക് ഇതിനകത്ത് ഷിഫുണ്ട്. ഇതിനകത്ത് തേനീച്ച ഉണ്ടാക്കിയ എല്ലാ തേനും ഇത് വാങ്ങുന്നുണ്ടാവുന്നു. മൊത്തത്തിൽ ഇത് വാങ്ങിക്കുന്ന കഴിക്കുകയാണെങ്കിൽ ഷിഫുണ്ട്. ഇതാണ് ലിച്ചി ഫ്ലവറിലുണ്ട്. ഇത് സ്ത്രീകൾക്ക് പീരിയഡ് ടൈമിൽ ഉണ്ടാകുന്ന പെയിന്, അതുപോലെ ഗ്യാസ്, അസിഡിറ്റി, കോൺസ്റ്റിപ്പേഷൻ അങ്ങനത്തെ വിഷയത്തിലൊക്കെ രാത്രി കിടക്കുന്നതിന് മുമ്പ് അയമോദകം അറിയാമോ? അയമോദം ജീരകം. അപ്പോൾ ഇവിടെ ഇതാട്ടോ അവരവിടുത്തെ കാര്യങ്ങളും ഓരോ തേനിൻ്റെ ഗുണങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ ഒരുപാട് തേനുകളുണ്ട്. അപ്പോൾ ഇതാട്ടോ പിന്നെ അതേപോലെ തേനിലിട്ട നെല്ലിക്ക അതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ തേനുകളൊരു കലവറ തന്നെയാണ് കേട്ടോ, പലതരം തേനുകളുണ്ട്. അപ്പോൾ അതൊക്കെ അവർ നല്ല വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. Oh
'cause we are so free. And in this moment, life feels like a dream. Living the moment, 'cause we are so free. And in this moment, life feels like a dream. So come a little closer, but don't hold your breath. Silence. പിന്നെ അവിടെ തേനല്ലാണ്ട് വേറെയും കുറേ സാധനങ്ങളുണ്ട്. ഇതുപോലത്തെ കുറേ സാധനങ്ങളുണ്ട്. ലച്ചു ഞങ്ങളൊന്നും വാങ്ങിക്കൊടുത്തില്ല. അതവിടെ ഇങ്ങോട്ടോ തല ചുറ്റിയാക്കുന്ന പോലെ കണ്ടിട്ട് വാങ്ങി തന്നു. ഹണീസ് പിന്നെ എല്ലാം നല്ല നല്ല സാധനങ്ങളാണ് അവിടെ ഉള്ളത്. പിന്നെ ഏലക്കായും അതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെ കഴിക്കുക. അപ്പോൾ ഇതാട്ടോ അവിടുന്ന് കാണുന്ന ഒരു വ്യൂ പോയിൻ്റ്. അവിടെ ചെറിയൊരു എന്താ പറയുക പുഴയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയപ്പോൾ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് മക്കൾക്ക് കുറേ നേരം കളിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.